13ാമത്തെ ചോദ്യം. ഇൻ ദ ഫിഗർ L2 ഈസ് പെർപെൻഡിക്കുലർ ടു ലൈൻ L1. ലൈൻ L2 ലൈൻ L1ന് പെർപെൻഡിക്കുലർ ആണെന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് L1. L1 എന്ന് പറയുന്ന ലൈനിന്റെ സ്ലോപ്പ് കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സ്ലോപ്പ് കാണാനായിട്ട് ഇവിടെ L1 എന്ന് പറയുന്ന ലൈൻ പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ θ = 30 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെയെങ്കിൽ സ്ലോപ്പ് കാണുന്നതിനുള്ള ഒരു ഫോർമുലയാണ് m = tan θ. അതായത് tan 30. tan 30യുടെ വില 1/√3. രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് L1. L1ന്റെ ഇക്വേഷൻ കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഈ L1 എന്ന് പറയുന്ന ലൈൻ പാസ് ചെയ്ത് പോകുന്നത് ഒറിജിനിൽ കൂടിയാണെന്ന് നമുക്കറിയാം. അപ്പം അങ്ങനെയെങ്കിൽ x1 y1, അതായത് ലൈൻ പാസ് ചെയ്ത് പോകുന്ന ഒരു പോയിന്റ് നമുക്ക് കിട്ടി, അത് 0 0 ആണ്. സ്ലോപ്പ് നമുക്ക് കിട്ടി, അത് 1/√3 ആണ്. അങ്ങനെയെങ്കിൽ ലൈനിന്റെ ഇക്വേഷൻ കാണുന്നതിനുള്ള ഫോർമുല y - y1 = m × x - x1. അതായത് y - 0 = 1/√3 × x - 0. അതായത് y = 1/√3x എന്ന് നമുക്ക് ആൻസർ കിട്ടും. മൂന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് L2. L2 എന്ന് പറയുന്ന ലൈനിന്റെ ഇക്വേഷൻ കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്കിവിടെ L1 എന്ന് പറഞ്ഞ ലൈനിന്റെ സ്ലോപ്പ് കിട്ടി, അത് 1/√3 ആണ്. അപ്പം അങ്ങനെയെങ്കിൽ L2 എന്ന് പറയുന്ന ലൈനിന്റെ സ്ലോപ്പ് നമുക്ക് -√3 എന്നെടുക്കാം. അതിന്റെ കാരണം നമുക്കറിയാം, രണ്ട് ലൈനുകൾ പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ ആണെങ്കിൽ സ്ലോപ്സിന്റെ പ്രോഡക്റ്റ് m1 × m2 എന്ന് പറയുന്നത് -1 ആയിരിക്കണം. അപ്പം അങ്ങനെയെങ്കിൽ m1 എന്ന് പറയുന്നത് 1/√3 ആണെങ്കിൽ m2 എന്ന് പറയുന്നത് -√3 വരണം. എങ്കിലാണ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ -1 എന്ന് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കാണേണ്ട ലൈനിന്റെ സ്ലോപ്പായി m = -√3 ആണ്. വീണ്ടും ഈ ലൈൻ പാസ് ചെയ്ത് പോകുന്ന ഒരു പോയിന്റ് നമുക്ക് ഫിഗറിൽ നിന്ന് കിട്ടും. അത് എക്സ് ആക്സിലെ 4ൽ കൂടിയാണ് പാസ് ചെയ്ത് പോകുന്നത്. അതായത് 4 0 എന്ന് പറയുന്നത് ലൈനിലെ ഒരു പോയിന്റ് ആണ്. അതായത് x1 y1 = 4 0. അപ്പം അങ്ങനെയെങ്കിൽ ഇക്വേഷൻ കാണുന്നതിനുള്ള ഫോർമുല y - y1 = m × x - x1. ഇവിടെ നമ്മൾ വാല്യൂസ് പുട്ട് ചെയ്യുന്നു. അതായത് y - y1 0 = m എന്ന് പറയുന്നത് -√3 -√3 × x - x1, അതായത് 4. അതായത് y = -√3x + 4√3 എന്ന് നമുക്ക് ആൻസർ എഴുതി നിർത്താം. അല്ലെങ്കിൽ എല്ലാം കൂടി ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് എക്സിന്റെ ടേം ആദ്യം എഴുതുകയാണെങ്കിൽ √3x + y - 4√3 = 0 എന്ന രീതിയിൽ നമുക്ക് ആൻസർ എഴുതാം.